സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും വീഡിയോ ഒന്ന് ഓൺ ആക്കിയാൽ നല്ലതായിരുന്നു. ഇന്ററാക്ട് ചെയ്ത് പോവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എന്റെ പേര് നിമിഷ എന്നാണ്. ഓൾമോസ്റ്റ് ഇതിലുള്ള എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. ഞാൻ എല്ലാവരും കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അഡ്മിഷൻ ടൈമിലും കാര്യങ്ങൾക്കൊക്കെ. ഇപ്പൊ നമ്മൾ ഇന്നത്തെ നമ്മുടെ ലൈവ് സെഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ജോയിൻ ചെയ്തേക്കുന്ന പലർക്കും നമ്മുടെ സ്റ്റുഡൻസില് പലർക്കും അത് എങ്ങനെയാണ് ആ ക്ലാസ് കാണേണ്ടത്, അതെങ്ങനെയാണ് പ്രാക്ടിക്കലി ചെയ്ത് പഠിക്കേണ്ടത്, അങ്ങനെയുള്ള പല ഡൗട്ടുകളുണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ അറിയാം പലരും ക്ലാസ്സുകൾ കാണുന്നില്ല. അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, പക്ഷെ പലരും തന്നെ ക്ലാസ്സുകൾ കാണുന്നില്ല. നമുക്ക് ഇവിടെ വെബ്സൈറ്റ് ത്രൂ നമുക്ക് അത് മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോ നമ്മുടെ കമ്പനിയുടെ ഒരു പോളിസി എന്ന് പറയുന്നത് പേയ്മെന്റ് ചെയ്താൽ മാത്രം പോരാ, കോഴ്സ് പർച്ചേസ് ചെയ്താൽ മാത്രം പോരാ, എല്ലാവരും ക്ലാസ്സും കൂടെ കണ്ടിരിക്കണം. എന്നാലാണ് നമുക്കും അതുപോലെ നിങ്ങൾക്കും ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ പൈസ എന്ന് പറയുന്നത് ശരിയാണ്, എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന സർവീസിന് ഒരു വാല്യൂ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്ലാസ് കാണണം, അത് എക്സ്പീരിയൻസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് രണ്ടു കൂട്ടർക്കും അത് ബെനിഫിറ്റ് ആയിട്ട് തോന്നുള്ളൂ. അപ്പോ അതിന് ഒരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു ലൈവ് പ്ലാൻ ചെയ്തത്. അപ്പൊ ഇതിൽ തന്നെ എത്ര പേര്, ഞാൻ ആദ്യം തന്നെ ചോദിക്കുകയാണ്, എത്ര പേര് ഇതിൽ ക്ലാസ് ഓപ്പൺ ചെയ്ത് കണ്ടിട്ടുണ്ട്? ഇത്രയും ഡേയ്സ് ആയിട്ട് എത്ര പേര് കണ്ടിട്ടുണ്ട്? ഒന്ന് തമ്പ് ഇടാമോ, അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യോ, എന്തെങ്കിലും. നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാട്ടോ, പ്രശ്നമില്ല. ഒരുപാട് പേര് തമ്പിടുന്നുണ്ട്. ഓക്കെ, എനിവേ അതിൽ നമ്മൾ ഹാപ്പിയാണ്, ഇത്രയും പേര് കാണുന്നുണ്ടല്ലോ. നമുക്ക് കഴിഞ്ഞ ബാച്ചുകളില്, നമ്മുടെ ആദ്യത്തെ ബാച്ചുകളിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു ക്ലാസ്സസ് കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ പുതിയ ബാച്ചിലുള്ളവർക്കാണെന്ന് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടെ അത് ഓപ്പൺ ചെയ്യാനോ അല്ലെങ്കിൽ അതെങ്ങനെയാണ് കാണേണ്ടത്, എവിടെ മുതലാണ് കണ്ടു തുടങ്ങേണ്ടത് എന്നുള്ള ഡൗട്ടും കാര്യങ്ങളും ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിലൊക്കെ ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷൻ കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. ഇപ്പൊ ഞാൻ അധികം ലെങ്തി ആക്കുന്നില്ല, ഓൾമോസ്റ്റ് 8-7 ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോവാം. നിങ്ങളൊരു നോട്ടും പെന്നും കയ്യിൽ വെക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങളുടെ ഒരു വേറൊരു ഫോൺ ഉണ്ട് അല്ലെങ്കിൽ ലാപ്പ് അടുത്തുണ്ടെങ്കിൽ സാറ് പറയുന്നതിനനുസരിച്ച് നിങ്ങൾ അതൊന്ന് ചെയ്തു നോക്കാൻ ശ്രമിക്കുക. എങ്ങനെയാണ് ക്ലാസ് കാണേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. എന്ത് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. വീഡിയോ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ സാറിനും അത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. കാരണം നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ സാർ ഇങ്ങനെ ആരും കാണാതെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കണല്ലോ. അപ്പൊ എല്ലാവരും ഒന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് ഇന്ററാക്ട് ചെയ്ത് പോവാ, നന്നായിരിക്കും. അപ്പൊ എന്തായാലും എല്ലാവരും ക്ലാസ് അറ്റൻഡ് ചെയ്യുക, സംശയമുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക കേട്ടോ. താങ്ക് യു. ഡ്രൈവ് ചെയ്യുന്നത്, എന്റെ പേര് സുഹൈൽ എന്നാണ്. ഡ്രൈവ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ക്യാമറ ഓൺ ആക്കാൻ. ഞാൻ ഇവിടെ ദുബായിലാണ് ഉള്ളത്, അതുകൊണ്ടാണ്. ബുദ്ധിമുട്ടുള്ളവർ പ്രശ്നമില്ല, ബാക്കിയുള്ളവർ ഓണാക്കാൻ പറ്റുന്നവരൊന്ന് ഓൺ ചെയ്യാം. പിന്നെ ഇപ്പോ നിമിഷ പറഞ്ഞ പോലെ നമ്മൾ ഫസ്റ്റ് ആയിട്ടാണ് ഒരു ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ ലൈവ് ക്ലാസ്സുകളൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ലാസ്റ്റ് ബാച്ചാണ് കുറച്ച് പിന്നെ ക്ലാസ്സുകൾ കാണാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചൊന്ന് ബാക്കിലോട്ടുള്ളത്. അപ്പോൾ ക്ലാസ്സുകൾ കാണുന്ന എന്തെങ്കിലും സമയത്തിൻ്റെ പ്രശ്നമാണോ അതോ നമ്മൾ ക്ലാസ്സുകൾ എന്തെങ്കിലും മനസ്സിലാവാത്തതാണോ എന്നുള്ളതൊക്കെ ഒന്ന് അറിയാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ലൈവും കൂടി വെച്ചത്. അപ്പോൾ ഇതിലിപ്പോൾ ഓൾമോസ്റ്റ് പുതിയതായിട്ട് ജോയിൻ ചെയ്തവരുണ്ടാവും, പിന്നെ നമ്മളെ മുമ്പുള്ള സ്റ്റുഡൻസ് എല്ലാവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാം. എന്തെങ്കിലും പിന്നെ ടെക്നിക്കൽ ഇഷ്യൂസോ അല്ലെങ്കിൽ ക്ലാസ്സുകൾ മനസ്സിലാവാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം. പിന്നെ ഞാനിവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ബേസിക്കായിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ കുറേ ആളുകൾ പിന്നെ ചെയ്യുന്ന സമയത്ത് വരുന്ന മിസ്റ്റേക്ക് കാര്യങ്ങൾ അതൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് പറയാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് വെച്ചിട്ടുള്ളത്. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇനി വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ
ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ നമ്മൾ പറയുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ചോദിക്കുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ട് പോവാം. ഹാൻഡ് റൈസ് ചെയ്തവർ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരാവില്ല. ഓക്കെ, ഞാൻ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മളിപ്പോൾ പുതിയതായിട്ട് നമ്മൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ആളുകളാണെങ്കിൽ ഞാൻ ജസ്റ്റ് നമ്മളൊരു ക്ലാസ് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മളെ ഇൻ്റർഫേസ് എങ്ങനെയാണെന്നുള്ളത് എന്ത് ചെയ്യാം, ഒന്നുകൂടെ സ്ക്രീന് ഷെയർ ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. ചില ലെസൺസ് എനിക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അത് ഞാൻ ഓൾറെഡി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളെ വാട്സപ്പില് കുറച്ച് ഒരു ഓക്കെ ഉച്ചക്കെല്ലാം ആ സമയത്ത്. ഓക്കെ, ആ ഒരു ലെസണ് മാത്രമല്ലേ ഇഷ്യൂസ് ഉള്ളത്? ഞാനിപ്പോ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിന് ശേഷമുള്ളത് ഞാൻ ഓപ്പൺ ആക്കി വരണത്ര. ഇനിയിപ്പോ അതാണ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂ. വെബ്സൈറ്റിൽ കയറി നോക്കിയിട്ടുണ്ട്? 2 ഓപ്ഷൻ ഉണ്ട് നമുക്ക്. മൊബൈൽ ആപ്ലിക്കേഷനും ഉണ്ട്, വെബ്സൈറ്റിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ ആപ്ലിക്കേഷൻ ത്രൂ ആണ് ചെയ്തിട്ടുണ്ടായത്. വന്നിട്ടുണ്ടായത്. പിന്നെ മറ്റതെല്ലാം ഞാൻ നോക്കിയിട്ടുണ്ടായില്ല. ഞാൻ ഇപ്പോൾ പിന്നെ നമ്മൾ അതിന് ശേഷം സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ, അതാണ് നമ്മളെ പറഞ്ഞോളൂ. വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓക്കെ. ഫോണിലാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ബ്രൗസർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ഇപ്പോൾ സ്കില്ലേസ്റ്റണിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കിട്ടുക. ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങളുടെ വെബ്സൈറ്റ് സ്കില്ലേഴ്സ് ഡൺ എന്നല്ലേ? DEN എന്നല്ലേ? നിങ്ങൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ചിലപ്പം നിങ്ങൾക്ക് ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്താന്ന് വെച്ചാൽ നിങ്ങൾ നമ്മൾ അയച്ചൊരു ലിങ്ക് ഉണ്ടാവും. ഇവിടുന്ന് നിമിഷം ഷെയർ ചെയ്ത് തന്നൊരു ലിങ്ക് ഉണ്ടാവും, അത് വെച്ച് കയറിയാൽ മതി. ഓക്കെ ഓക്കെ, നോക്കട്ടെ. നമ്മളെ നിങ്ങൾ ഗൂഗിൾ കണ്ടിന്യൂ ചെയ്തോളൂ, പ്രശ്നമില്ല. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് പല ആളുകളും ഈ റണ്ണിങ്ങിൽ കാണിക്കുന്നത്. നമ്മൾ കണ്ട ക്ലാസ്സുകളാണ്, ഹോമിലാണ്. പിന്നെ നമുക്ക് എല്ലാ ഫുള്ള് ക്ലാസ്സുകൾ കിട്ടുന്ന ഈ ഒരു സൈഡിലായിട്ടാണ് കാണിക്കുന്നത്. ഇതാണ് ഈ ഒരു ക്ലാസ്സിൻ്റെ ഓർഡർ വരുന്നത്. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കൂടി നമ്മൾ അയച്ചിട്ടുണ്ടാവും. ആ രീതിയിൽ ഫോളോ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചില സമയത്ത് എടുക്കുന്ന സമയത്ത് ഇതൊരു ഡിസോർഡർ ആയിട്ടാവും വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആ ഒരു അഡ്മിഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കൂടെ അയക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് ആളുകൾ ഡൗട്ട്സ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ജസ്റ്റ് ഞാനൊന്ന് അതും കൂടെ ഒന്ന് കാണിച്ചത്. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതെൻ്റെ ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലാണ്. അപ്പം നിങ്ങൾ പുതിയതായിട്ട് അക്കൗണ്ടൊക്കെ ചെയ്യുന്ന സമയത്ത് മാക്സിമം നമ്മളെ പേഴ്സണൽ പ്രൊഫൈലിൽ നിന്ന് തന്നെ ചെയ്യാൻ നോക്കുക. അപ്പം നമുക്ക് ഇവിടെ കുറേ ID വെരിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു സ്കില്ലേഴ്സ് റണ്ണിൻ്റെ പേജൊക്കെ ചെയ്തിട്ടുള്ളത് എൻ്റെ പേഴ്സണൽ പ്രൊഫൈലിൽ നിന്നാണ്. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും. നമുക്ക് കമ്പനിക്ക് നമ്മൾ ഈ സ്കില്ലേഴ്സ് റണ്ണിൻ്റെ ഫേസ്ബുക്ക് വേറെ ഉണ്ട്, പക്ഷെ നമ്മൾ ഇതിൻ്റെ അണ്ടറിലാണ് ഇങ്ങനെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇനി കൂടുതൽ ഇതിൽ
ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സാർ ഡൗട്ട്സ് ഓക്കെ ഒരു ചോദിച്ചോളൂ ഡൗട്ട് ഉണ്ട് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, നമ്മളിപ്പോ പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ പേഴ്സണൽ ഇതിൽ തന്നെ ചെയ്യണം എന്നുള്ളത്. നമ്മൾ വേറൊരു കമ്പനിക്ക് ചെയ്ത് കൊടുക്കുമ്പോ അതും നമ്മൾ നമ്മുടെ ഇതിൽ തന്നെ പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ല അത് എത്രത്തോളം നിങ്ങൾ എന്താ ഇപ്പൊ നിങ്ങൾ വേറൊരു സ്ഥാപനത്തിനാണ് ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ മാക്സിമം അവരെ പ്രൊഫൈലിൽ തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ അത് നമുക്ക് മെറ്റാ ബിസിനസ് സ്യൂട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു അക്കൗണ്ടിന്റെ ആക്സസ് വാങ്ങിക്കാൻ കഴിയും. ഞാൻ ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നിമ്മി എന്ന് പറഞ്ഞ ആളാണോ സംസാരിക്കുന്നത്? അതെ ഓക്കെ അതെ ഓക്കെ. അല്ല ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഓൾറെഡി. അപ്പോൾ മെറ്റാ ബിസിനസ് സ്യൂട്ടിൽ പോയി കഴിഞ്ഞാൽ ഓക്കെ. നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ പ്രൊഫൈലിൽ ചെയ്യരുത് മറ്റുള്ള ആളുകളെ. അത് ഏതെങ്കിലും സമയത്ത് അവർക്ക് നമുക്ക് തിരിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാവും. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, ഒന്ന് അവര് നിങ്ങൾക്ക് അതിൻ്റെ യൂസർ നെയിം പാസ്വേഡും ഷെയർ ചെയ്യണമെങ്കിൽ ഇതേപോലെ നമുക്ക് ക്രോമിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ക്രോമിൽ ഇപ്പോൾ നമ്മൾ ഉണ്ടെങ്കിൽ ഇതേപോലെ വേറെ വേറെ പേജായിട്ട് മെയിൽ ഐ ഡി വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ പുതിയൊരു ഇതാണ്. ഇങ്ങനെ ഒരു മെയിൽ ഐ ഡി വെച്ചിട്ട് വേറെ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ ചെയ്യാം. ഇതിൽ ഫേസ്ബുക്ക് നിങ്ങളത് ഈ ഓൺലൈൻ സ്ട്രീമിംഗ് ഒന്ന് റെക്കോർഡിംഗ് ആയിരിക്കും അല്ലേ? ഇതൊക്കെ വഴിയൊക്കെ പിന്നീട് കിട്ടാൻ സാധ്യതയില്ലേ? നെറ്റ്വർക്കിന് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഞാൻ ഇവിടെ ചെറിയ പ്രശ്നങ്ങൾ അറിയാലോ, ഇവിടെ ഡാറ്റന്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ആ ഒരു ക്ലയന്റ് നമുക്ക് അവരെ പ്രൊഫൈല് അല്ലെങ്കിൽ അതിൻ്റെ യൂസർ നെയിം പാസ്വേഡും ഷെയർ ചെയ്യണമെങ്കിൽ നമുക്ക് ആ രീതിയിൽ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ അവരുതി നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇവിടുന്ന് ഒരു എനി ഡെസ്ക് എന്തെങ്കിലും കണക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ആക്സസ് എടുക്കുക. ഞാൻ ആക്സസ് എടുക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. പല ആളുകൾക്കും അത് ചിലപ്പം പ്രയാസമാണ് ചെയ്യാറും. അപ്പം ഞാൻ ബേസിക് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ ഇവിടെ ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഇതുവരെ ചിലപ്പം ഈ ഒരു ഇൻ്റർഫേസ് കാണാത്ത ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കും കൂടി ഒന്ന് ബാക്കിയുള്ള നമ്മൾ ഇതിൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇപ്പോൾ എൻ്റെ ഒരു പേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇതാണ് നമ്മളെ ഒരു ആഡൊക്കെ ചെയ്യുന്ന പേജ് ഇതാണ്. ഇത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ആഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു സെറ്റിങ്സിലോട്ട് പോകണേ. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ ക്ലാസ്സിലും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിനെ പറ്റിയിട്ടൊന്നും വറിയിടാവേണ്ട ആവശ്യമില്ല. ഞാൻ ഇതൊന്ന് ഇതുവരെ കയറാത്ത ആളുകൾക്ക് ലൈവായിട്ടൊന്ന് കാണിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ ലിങ്ക്ഡ് അക്കൗണ്ട്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും നമ്മളെ പേജിൽ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഇവിടെ നമ്മൾ ഇൻസ്റ്റാഗ്രാം കണക്റ്റഡ് ആണ്. അപ്പോൾ ഫസ്റ്റായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഇവിടെ ഒന്നും ഉണ്ടാവില്ല. അവിടെ കണക്ട് എന്നുള്ളൊരു ഓപ്ഷനാണ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ക്ലാസ്സും കൂടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വാട്സപ്പ് നമ്പർ കണക്ട് ചെയ്തൊക്കെ ഇവിടെ കാണിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് 5 നമ്പർ വരെ ഇപ്പോൾ ഓൾറെഡി കണക്റ്റഡ് ആണ്. ഓക്കെ. പിന്നെ നിങ്ങൾ അതേപോലെ നിങ്ങളെ ഫേസ്ബുക്ക് ഒന്ന് വെരിഫൈ ഒക്കെ ചെയ്യാം. പിന്നെ നമ്മൾ പേഴ്സണൽ പ്രൊഫൈലിന് ചെയ്യണം എന്ന് പറയാൻ കാരണം ഇടയ്ക്ക് എന്തെങ്കിലും നമുക്ക് ബാൻ ആവുക അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് ID വെരിഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള പേഴ്സണൽ പ്രൊഫൈലാണ്. നമ്മൾ എന്തെങ്കിലും ID കാർഡോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും.
അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഇനി ഞാൻ ഇവിടെ ഞാൻ നെറ്റ് കുറച്ച് സ്ലോ ആയതുകൊണ്ട് ഓൾറെഡി ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഗൂഗിളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ആഡ്സ് മാനേജർ എന്നുള്ളതാണ് നമ്മൾ ഇത് മൊബൈലിൽ യൂസ് ചെയ്യുന്നവർക്കും ചെയ്യാൻ കഴിയും കേട്ടോ. അതേ രൂപത്തിൽ ഏതെങ്കിലും ഒരു നമ്മൾ മൊബൈലിൽ ക്രോമ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രൗസർ എടുക്കുക. ഇതേപോലെ തന്നെ അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ഗൂഗിളിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മെറ്റ ആഡ്സ് മാനേജറും ഉണ്ട്, മെറ്റ ബിസിനസ് സ്യൂട്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും എടുക്കേണ്ടത് ആഡ്സ് മാനേജറാണ്. ഞാൻ ഓൾറെഡി ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആവും കാണിക്കുന്നുണ്ടാവും. ഇതിൽ നമുക്ക് നമ്പർ കൺഫേം ചെയ്യാനുണ്ടാവും, പിന്നെ അതുപോലെ നമ്പർ വെരിഫിക്കേഷന് കാര്യങ്ങൾ, പിന്നെ സെറ്റപ്പ് നൗ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ പുതിയതൊരായിട്ടൊരു അക്കൗണ്ട് ഉണ്ടാക്കിയാണ് നമുക്ക് ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ഓൾറെഡി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്. ഓക്കെ, ഇവിടെ ഇങ്ങനെയാണ് ഈ കയറുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബ്ലാങ്ക് ആയിട്ടാണ് ഈ കയറുണ്ടാവും. നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്യുന്നൊരു അക്കൗണ്ട് ആയതുകൊണ്ടാണ് ഇത്രയും ക്യാമ്പയിൻ ഉള്ളത്. പുതിയതായിട്ടുള്ളൊരു അക്കൗണ്ട് ആണെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇവിടെ നമുക്ക് അക്കൗണ്ട് ഓവർവ്യൂവിലാണ് ഇപ്പോൾ നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് വരുന്നതാണ് ക്യാമ്പയിൻസ്, ആഡ്സ് റിപ്പോർട്ടിങ്, അതേപോലെ ബില്ലിംഗ് ആൻഡ് പേയ്മെൻറ്റ്. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് ക്യാമ്പയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ടത് ബില്ലിംഗ് ആൻഡ് പേയ്മെൻ്റ് ആണ്. ഇപ്പോൾ ചില ആളുകൾക്ക് പല ഇഷ്യൂസും ഉണ്ടാവും പേയ്മെൻറ്റ് ചെയ്യുന്ന ഭാഗത്ത്. അപ്പോൾ ആദ്യം നമ്മൾ അക്കൗണ്ടിലൊരു ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ചെയ്യുന്ന ആളുകളാണെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ എമൗണ്ട് 100 രൂപ അങ്ങനെ എന്തെങ്കിലും പേയ്മെൻറ്റ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളാണെങ്കിലും പിന്നെ ആ രീതിയിൽ ചെയ്യാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആഡ് അക്കൗണ്ടിൽ ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് കാർഡാണെങ്കിലും പിന്നെ UPI ആണെങ്കിലും രണ്ടും രണ്ട് ടൈപ്പാണ്. ഓക്കെ, ഓക്കെ, ഇത് നമുക്ക് പുതിയ അക്കൗണ്ട് ആയതുകൊണ്ട് വെരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ അതിലോട്ട് പോകുന്നില്ല. അതിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ നമ്മുടെ സമയം ഒരുപാട് പോകുമ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ നമ്മളൊന്ന് അറിയിച്ചാൽ മതി. ഞാനിവിടെ ഓൾറെഡി നമ്മൾ ചെയ്യുന്ന അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കാർഡാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ക്രെഡിറ്റ് കാർഡാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റ് പെയ്ഡ് ആയിട്ടാണ് മാറുക. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം പിന്നെ നമ്മൾ എമൗണ്ട് സ്പെൻഡ് ആവും, എന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ കാർഡിൽ നിന്ന് പേയ്മെൻറ്റ് ഡിഡക്റ്റ് ആവുക. പിന്നെ നമ്മൾ UPI അങ്ങനെ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പോസ്റ്റ് പെയ്ഡ് അക്കൗണ്ട് ആയിട്ടാണ് മാറുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേയ്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷനാണ്. ഇതിൽ ആദ്യം വരുന്നത് പേയ്മെൻറ്റ് മെത്തേഡാണ്. പേയ്മെൻറ്റ് മെത്തേഡിൽ നമ്മൾ പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്യുക. അവിടെ നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക.
ഓക്കെ. നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെ കാണിക്കുന്നുള്ളത് ഞാൻ ക്ലാസ്സിലും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ പേയ്മെന്റ് ആഡ് ചെയ്യുക, എന്നിട്ട് മാത്രമാണ്. ഇബ്രാഹിം ഭായ് ഓക്കെ. എന്റെ ഹലോ, ഹലോ കേൾക്കുന്നില്ല? എനിക്ക് കിട്ടുന്ന ഇന്റർഫേസ് ഇബ്രാഹിം ഭായിയുടെ ഇന്റർഫേസ് ആയിട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. എന്താണെന്നറിയില്ല. പിന്നെ ഡാറ്റ ക്ലിയർ ചെയ്യാം എന്തായാലും. ഓക്കെ, ഞാനത് പറയാൻ ഉദ്ദേശിച്ച കാര്യമാണ്. ഓരോ ആളുകൾക്കും ഓരോ ടൈപ്പാണ് അക്കൗണ്ട് ഉണ്ടാവുക. മുമ്പ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരേപോലെ ആയിരുന്നു. അപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഓപ്പൺ ചെയ്യുന്ന പോലെ നിങ്ങളെ അക്കൗണ്ടിൽ കാണാം. അപ്പോൾ മറ്റ് പല ആളുകൾക്കും പല ടൈപ്പായിട്ടാണ് കാണിക്കുന്നത്. അത് നമ്മളൊരു ഇഷ്യൂസ് അല്ല. പിന്നെ ചില അക്കൗണ്ടിൽ ആഡ് പോലും ചെയ്യാൻ പറ്റാത്ത അക്കൗണ്ടുകളും ഉണ്ട്, പെട്ടെന്ന് ബ്ലോക്ക് ആവുന്ന അക്കൗണ്ടുകൾ. പിന്നെ നമുക്ക് ഓപ്ഷൻസിലൊക്കെ ചില ഓപ്ഷൻസ് വ്യത്യാസമുണ്ട്. ഇപ്പോൾ പിന്നെ പല ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. നോർമലി നമുക്ക് ചെയ്യുന്ന ഫീച്ചേഴ്സ് അല്ലാതെ അവർക്ക് കുറച്ചും കൂടി അഡീഷണൽ ആയിട്ട്, ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ റീലൊക്കെ ചെയ്യുന്ന ആളുകൾ അവരുടെ അക്കൗണ്ടിലൊക്കെ ഒരുപാട് അഡീഷണൽ ആയിട്ട് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മളൊരു ക്യാമ്പയിന് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ഈ ഒരു ക്യാമ്പയിൻ എന്നുള്ള ഓപ്ഷനാണ്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പം എനിക്ക് പേഴ്സണലും ഐഡിയ ഉണ്ട്, പിന്നെ ബിസിനസ് റൺ ചെയ്യുന്നതും ഐഡിയ ഉണ്ട്. അപ്പൊ ഈ ആഡ്സ് റൺ ചെയ്യുന്നെങ്കിൽ എന്റെ ബിസിനസ് പ്രൊഫൈൽ അപ്പൊ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനകത്തിലാണ് കുറെ ഓപ്ഷൻസ് അപ്പം നമുക്ക് കിട്ടുക. അല്ല, ഓപ്ഷൻസ് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇത് ഒരുപാട് ആഡ് കാര്യങ്ങളൊക്കെ റൺ ചെയ്തിട്ട് മെറ്റ കൊടുക്കുന്ന ഒരു പ്രിയോറിറ്റി ഉണ്ട്. അതായത് നമ്മളൊക്കെ ഇപ്പോൾ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു 1000 രൂപ 500 രൂപയാണ്. ഇതൊക്കെ ലാക്സിൽ സ്പെൻഡ് ചെയ്യുന്ന ആളുകളുണ്ട്, വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ. അപ്പോൾ അങ്ങനെ വലിയ രീതിയിൽ ചെയ്യുമ്പോൾ അവർക്ക് ഒന്നും കൂടി മെറ്റ പ്രിയോറിറ്റി കൊടുക്കും, ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ. ആ രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ നമ്മൾ നോർമൽ ആഡ് ചെയ്യാൻ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ നമ്മളെ പേഴ്സണൽ പ്രൊഫൈലിൽ നിന്ന് തന്നെ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് എമൗണ്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആഡ് അക്കൗണ്ടിന് കുറച്ചും കൂടി റീച്ച് കാര്യങ്ങൾ കൂടും. പിന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് ആഡ് സ്പെൻഡ് ചെയ്യുന്ന ആളാണെങ്കിൽ മെറ്റൊക്കെ അറിയാം നിങ്ങൾ എത്ര എമൗണ്ട് ചെയ്യും എന്നുള്ളത്. അങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഇൻ്റർഫേസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമയം കുറവായതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്താൽ നമുക്ക് ഒരുപാട് ലെങ്ത്. അപ്പോൾ ഞാൻ അത്യാവശ്യം നമുക്ക് വേണ്ട ഒരു സ്റ്റാർട്ട് ചെയ്യേണ്ട ആൾക്ക് വേണ്ട കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ബാക്കി നിങ്ങൾ ക്ലാസ്സും കൂടി കാണും. ഇനിയിപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇതിലൊരു ഓബ്ജക്റ്റ് ചൂസ് ചെയ്യുന്ന. ഇപ്പോൾ പല ആളുകളും ചോദിക്കാറുണ്ട് എൻഗേജ്മെൻ്റ് ചെയ്യേണ്ടി, സെയിൽസ് ആണോ ചെയ്യേണ്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. നമ്മൾ ഒരു അവയർനെസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഒരു നോട്ടീസൊക്കെ കൊടുക്കുന്ന രൂപത്തിലാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒരു കൺവേർഷന് വേണ്ടിയിട്ടല്ല. ഇപ്പോൾ നമ്മൾ ഒരു സ്ഥാപനം പുതിയതായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു നോട്ടീസ് കൊടുക്കുന്നത് നമ്മൾ ആ ഒരു സ്ഥാപനം അവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയിക്കാനും വേണ്ടി മാത്രമാണ്. അപ്പോൾ അതേ ഒരു പർപ്പസ് തന്നെയാണ് ഈ ഒരു അവയർനെസ്സിനും വരുന്നത്. അതിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് കൺവേർഷൻസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ട്രാഫിക്കിലോട്ട് വരികയാണെങ്കിൽ അത് നമ്മൾ വെബ്സൈറ്റ്, അതുപോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ, അപ്പോൾ അതേപോലെ ഇവിടെ തന്നെ നമുക്ക് ചെയ്യുന്ന സമയത്ത് കാണിക്കുന്നുണ്ട് നമ്മളെ ലാൻഡിങ് പേജ് കാര്യങ്ങൾ. അതിലേക്കൊക്കെ ആളുകൾ എന്ത് ചെയ്യും, വന്നിട്ട് ട്രാഫിക് ആവുമെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അവിടുന്ന് ഈ മെസ്സഞ്ചർ അതൊക്കെ കൊടുത്തിട്ട് നമുക്ക് കൺവേർഷൻസ് ഉദ്ദേശിക്കും ആളുകൾ എൻക്വയറി ആയിട്ട് വരുന്ന രൂപത്തിൽ നമുക്ക് അവിടുന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എൻഗേജ്മെൻറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ പോസ്റ്റ് എൻഗേജ്മെൻ്റ് ആണ് ഇത് കൂടുതലും.
ഇത് പർച്ചേസ് ഒരു 50% പർച്ചേസ് ഉണ്ടാവാൻ സാധ്യത. കൂടുതലും അതിൽ നിന്ന് ഇൻട്രാക്ഷൻസ് ആണ്. ഇപ്പോൾ ഇവിടെ തന്നെ മെറ്റ കൊടുത്തിട്ടുണ്ട്. കൂടുതലും ഇൻട്രാക്ഷൻസ് ആണ്. കൺവേർഷൻസും കോൾസും ഉണ്ട് നമുക്കവിടെ. കോളായിട്ടും പിന്നെ വാട്സപ്പിൽ കൺവേർഷനായിട്ട് വരാനുള്ള ഓപ്ഷൻ ഉണ്ട്. എങ്കിലും കൂടുതൽ നമ്മളെ വീഡിയോൻ്റെ വ്യൂസ് കൂടാൻ, പിന്നെ അതേപോലെ പേജ് ലൈക്ക്, കമൻറ്റ്, ആ രൂപത്തിലൊക്കെയാണ് മെയിനായിട്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ലീഡ്സിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ ഡാറ്റകൾ കളക്ട് ചെയ്യാനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ആളെ നമ്പർ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ അത് നമ്മൾ ഒരു ഫോം വെച്ചിട്ട് എന്ത് ചെയ്യണ്, ആളുകൾ ഡാറ്റ കളക്ട് ചെയ്യണം. അതിലും നമുക്ക് കൺവേർഷൻസ് ഉണ്ട്. അതായത് നമ്മൾ ആ ഒരു ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്ത് ചെയ്യുകയാണെങ്കിൽ നമ്മളെ വാട്സപ്പിലോ അല്ലെങ്കിൽ വെബ്സൈറ്റിലൊക്കെ കണക്ട് ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തതായിട്ട് വരുന്ന പറഞ്ഞാൽ ആപ്പ് പ്രൊമോഷനാണ്. ആപ്പിൻ്റെ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ആപ്പ് കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം അതൊക്കെ തുറക്കുന്ന സമയത്ത് അവിടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനൊക്കെ ക്യാമ്പയിനായിട്ട് വരും. അപ്പോൾ അതൊക്കെ ഈ ഒരു ഓപ്ഷനിലാണ് ചെയ്യുന്നത്. അതിൽ ഇവൻ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസ് ആണ്. സെയിൽസിൽ നമുക്ക് കാറ്റലോഗ് കാര്യങ്ങൾ കൊടുക്കാം. പിന്നെ അതേപോലെ ഈ കൊമേഴ്സ്, അതേപോലെ ഷോപ്പിഫൈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലും ചെയ്യുന്നത് സെയിൽസ് വെച്ചിട്ടാണ്. ഇപ്പോൾ സെയിൽസിൽ കൂടുതലും അത് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകളാണ് സെയിൽസിൽ ഉണ്ടാവുക. നമ്മളൊക്കെ ഇപ്പോൾ കൂടുതലും ചെയ്യുന്നത് സെയിൽസിലാണ്. നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ള ലീഡുകൾ കുറവാകും. വരുന്ന ആളുകൾ ഒരു 50% അതിനോട് താല്പര്യമുള്ള ആളുകളെല്ലാം അറിയുന്ന ആളുകളാവും. എൻഗേജ്മെൻറ്റിലൊക്കെ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് ചിലപ്പം അതിനെക്കുറിച്ചൊന്നും അറിയുന്ന ആളുകളാവില്ല. Excuse me. ഡൗട്ട് ഉണ്ടോ? ട്രാവൽ ഫീൽഡ് ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ. എക്സ്ക്യൂസ് മീ. കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഈ ട്രാവൽ ഫീൽഡിലുള്ള ആളുകൾ അപ്പൊ ഏതാ ചൂസ് ചെയ്യാം? ട്രാവൽ ഫീൽഡിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യുന്നത് ലീഡ്സ് ആണ്, ലീഡ്സ് ക്യാമ്പയിന്. നിങ്ങളെ പർപ്പസ് എങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ ഈ ഒരു ട്രാവൽ ഫീൽഡ് ആകുമ്പോൾ അവിടെ എന്താ വെച്ചാൽ ഇപ്പോൾ പെട്ടെന്ന് നമുക്കൊരു കൺവേർഷൻ നടക്കുമല്ലോ. ഇപ്പോൾ ആളുകൾ ഒരു 10 ദിവസം 15 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്യുന്നവരാവും. അപ്പോൾ അവർക്ക് ഇപ്പോൾ എൻ്റെ അടുത്തൊരു സ്റ്റുഡൻറ്റ് ഇതിൻ്റെ ഒരു വിഷയം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചെയ്യുന്നത് ഒരു ലീഡ് ഫോം ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഏത് എയർപോർട്ടാണ് അല്ലെങ്കിൽ ഏത് ലൊക്കേഷനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആ രീതിയിൽ ചെയ്യാൻ കഴിയും. നമുക്ക് ഇപ്പൊ വരുന്നത് സ്പെഷ്യൽ ഓഫേഴ്സ് ആയിട്ട് കൊടുക്കുക, എന്നിട്ട് പിന്നെ അവര് പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വാട്സപ്പിൽ അത് ഓരോ പർപ്പസ് അനുസരിച്ചാണ്. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു 10 ദിവസം കൊണ്ടൊക്കെ നമുക്ക് ക്ലോസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു ഇവൻ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, വാട്സപ്പിൽ കൊടുക്കുക. അതിൽ നിന്ന് വരെ മാക്സിമം കൺവേർട്ട് ചെയ്യുക. അത് നമുക്ക് അവർക്ക് എന്ത് ചെയ്യുക, ഇതൊരു സീസണൽ ഓഫറാണെന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യുക, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ നേരിട്ട് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ChatGPT യൂസ് ചെയ്യുക. അതിൻ്റെ അടുത്ത് ഇല്ലാത്തൊരു ഡാറ്റ ഇല്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് പറഞ്ഞുതരും. ഓരോ സ്റ്റെപ്പിലും ഇപ്പോൾ എന്നെക്കാളും അറിയുന്ന ആളാണ് ChatGPT എന്നുള്ള സംഭവം. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് യൂസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരാളെ ഹെൽപ്പില്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആവും. ജസ്റ്റ് നമ്മൾ ChatGPT മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ മാത്രമേ അത് റിസൾട്ട് വരുള്ളൂ. ഇപ്പൊ നമുക്ക് എന്ത് കൊടുത്താലും ആ രീതിയിലുള്ള റിസൾട്ട് തരും. മുമ്പ് നമുക്ക് പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങും കാര്യങ്ങളൊക്കെ അറിയുന്നവർക്ക് മാത്രമേ ചെയ്യാൻ കഴിയുള്ളായിരുന്നു. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിച്ചിരുന്നു, നമ്മളൊന്ന് ചെയ്ത് വെച്ച്.
ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് അതേപോലെ ഒരു ക്ലോത്തിങ് ബ്രാൻഡിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് വെച്ചതാണ്. ഓക്കെ, ഇതിൽ ഇപ്പോൾ ഇത്രയും ഡാറ്റകൾ അവർ തന്നിട്ടുണ്ട്. ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് ഏതാണ് കൊടുക്കേണ്ടത് സെയിൽസിൽ, പിന്നെ അതുപോലെ നമ്മൾ വാട്സപ്പിൽ, പിന്നെ ക്യാമ്പയിൻ സ്ട്രക്ചർ എങ്ങനെ കൊടുക്കണ്ടേ, ഒബ്ജക്റ്റീവ് സെയിൽസിൽ കൊടുക്കുക, എത്ര ആഡ് സെറ്റ് ചെയ്യണം, പിന്നെ ഇൻട്രസ്റ്റിംഗ് ടാർഗറ്റിങ് ആരെ കൊടുക്കേണ്ടത്, പിന്നെ അതുപോലെ നമുക്ക് അവരെ രണ്ടാമത് റീടാർഗറ്റിങ് ചെയ്യാൻ എന്തൊക്കെ യൂസ് ചെയ്യണം എന്നെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൊക്കേഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, പിന്നെ അതുപോലെ ഏജ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, പിന്നെ അവർ ഇൻട്രസ്റ്റ് എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് ലുക്ക് ലൈക്ക് ഓഡിയൻസ് ആണ്. പിന്നെ അവരെ പ്രോബ്ലം എന്താണ് നമ്മൾ സൊല്യൂഷനായിട്ട് ഇപ്പോൾ ഇവിടെ നമ്മളിതൊക്കെ യൂസ് ചെയ്യാം. നമുക്ക് ഫ്ലാറ്റ് 30% ഓഫ്, ലിമിറ്റഡ് ടൈം എമർജൻസി, അതൊക്കെ നമുക്ക് കൊടുക്കാം. പിന്നെ നമ്മൾ പരസ്യം ചെയ്യുന്ന സമയത്ത് പ്രൈമറി ടെക്സ്റ്റ് എന്താണ് കൊടുക്കേണ്ടത്, ഇത്രയും കാര്യങ്ങൾ. ഇതൊക്കെ മുമ്പ് നമ്മൾ ഓരോന്ന് മാനുവലി ഒരാൾ ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ നമുക്ക് ഒരൊറ്റ പ്രോംപ്റ്റ് കൊടുത്തോട് കൂടിയിട്ടാണ് നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് കിട്ടി. അപ്പോൾ അതാണ് ഞാൻ പറയാൻ കാരണം. ഇതേപോലെ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്തെങ്കിലും ഒരു ക്യാമ്പയിൻ ചൂസ് ചെയ്യാണ്. കണ്ടിന്യൂ കൊടുത്താൽ ഇവിടെ നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മെറ്റ തന്നെയാണ് ചെയ്യുന്നത്. അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഓപ്ഷൻസ് ഒന്നുമില്ല. അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും മെറ്റ തന്നെയാണ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഒരു ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് മെറ്റക്ക് അറിയില്ല നമ്മളെ ഓഡിയൻസ് കാര്യങ്ങൾ ആരാണ് എന്നുള്ളത്. ഓൾറെഡി നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ ഓഡിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് മെറ്റക്ക് അറിയാൻ പറ്റും എന്താണ് ഓഡിയൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം മാനുവൽ തന്നെ ചൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം ഏതൊക്കെയാണ് ഓഡിയൻസ് എന്നുള്ളത്. ചില ആളുകൾക്ക് ഞാൻ പറയുമ്പോൾ കോംപ്ലിക്കേഷൻ ആയി തോന്നും. അപ്പോൾ നിങ്ങൾ ക്ലാസ്സും കൂടി ഒന്ന് കാണാം. പിന്നെ നോട്ട്സൊക്കെ എഴുതി വെക്കാൻ പറ്റുന്നവർ മാക്സിമം ചെയ്യാം, യൂസ്ഫുൾ ആണ് കാരണം. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഒരു ഇൻ്റർഫേസിൽ നമ്മൾ പേര് കാര്യങ്ങളാണ്. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻസ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ സെയിൽസ് ക്യാമ്പയിനിൽ ചെയ്തിട്ടുണ്ട്. അതിൽ മൾട്ടി ക്യാമ്പയിനൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞുള്ളത്. ഇപ്പോൾ അത് ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക, ആ ക്ലാസ്സും കൂടി കണ്ടു കഴിഞ്ഞാൽ അത് നമ്മളൊന്ന് ചെയ്തിട്ട് പ്രാക്ടിക്കൽ ആയതിൻ്റെ ശേഷമാണ് പിന്നെ ചെയ്യേണ്ടത്. ഫസ്റ്റൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരു ക്യാമ്പയിനെ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഫസ്റ്റത്തെ ഇതിൽ എന്ത് ചെയ്യുക, നിങ്ങളൊരു ക്യാമ്പയിന് നിങ്ങൾ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. അത് നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഉള്ള, ഫേസ്ബുക്കിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ള കാര്യങ്ങളല്ല. വേണമെങ്കിൽ ഒരു ഡേറ്റോ കാര്യങ്ങളോ വെച്ചിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇത്രയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ അടുത്തതായിട്ട് പറയാനുള്ളത് ക്യാമ്പയിൻ ബഡ്ജറ്റും അതേപോലെ ആഡ് സെറ്റ് ബഡ്ജറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു ക്യാമ്പയിന് മാത്രമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ആഡ് സെറ്റ് ബഡ്ജറ്റാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു സെയിൽസ് ക്യാമ്പയിനും കൂടി ഒന്ന് കാണാം. അപ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങളൊന്ന് മനസ്സിലാവും. ഇപ്പം ഞാൻ അതിൻ്റെ കാര്യങ്ങളും കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുമില്ലാത്തൊരു കോംപ്ലിക്കേഷൻ ആവും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു ചെറിയ ക്യാമ്പയിൻ ചെയ്യുന്ന രൂപത്തിലൊന്ന് പറഞ്ഞു വന്നത്. അപ്പോൾ ഈ ക്യാമ്പയിൻ ബഡ്ജറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് ആഡ് സെറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും.
അപ്പോൾ ഇങ്ങനെ ഒരു മൾട്ടി പോസ്റ്റർ അല്ലെങ്കിൽ കാര്യങ്ങൾ വെച്ച് ചെയ്യുമ്പോൾ അതിലേക്ക് എല്ലാറ്റിലേക്കും പോകാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ ബഡ്ജറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് എല്ലാ പോസ്റ്റർ പരസ്യത്തിലേക്കും എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ പോകും. ഓക്കെ, ഇപ്പോൾ ആഡ് സെറ്റ് ബഡ്ജറ്റ് ആണെങ്കിൽ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള നമ്മളെ ഒരു ക്യാമ്പയിന് മാത്രമാണ് പോവുക. ഇനി നമുക്ക് താഴെ വരികയാണെങ്കിൽ ഇവിടെ ആഡ് കാറ്റഗറി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഏതെങ്കിലും ഒരു ടൈപ്പാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതും കൂടി നമ്മൾ കൊടുക്കും. നമ്മൾ എന്തെങ്കിലും ഫിനാൻഷ്യൽ ആൻഡ് സർവീസ് ആണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, കാറ്റഗറിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ എംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ ആ രീതിയിൽ ചെയ്യുക. പിന്നെ ഹൗസിങ് എന്തെങ്കിലും റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങളാണെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. പിന്നെ സോഷ്യൽ, ഇപ്പോൾ നമുക്ക് ഇലക്ഷനൊക്കെ നടക്കുന്നുണ്ട്, അങ്ങനത്തെ ആഡുകളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് വെരിഫിക്കേഷൻ പ്രൊസീജിയറൊക്കെ ഉണ്ടാവും, കൊടുത്തിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ഒരു പേജിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് പേജിലോട്ട് പോകാം. ഓക്കെ, ഇത് നിങ്ങളൊന്ന് പഠിച്ച് എക്സ്പേർട്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ 10 മിനിറ്റോ അല്ലെങ്കിൽ അത്രയും നമുക്ക് ചെയ്യാൻ ഒരു സമയം എടുക്കുള്ളൂ. അത് നിങ്ങൾ കുറച്ച് 1-2 പ്രാവശ്യം ചെയ്യണമെങ്കിൽ നമുക്ക് റെഡിയാവും. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ചിലപ്പം ഇവിടെ മെസ്സേജ് ഡെസ്റ്റിനേഷൻസ് ആവില്ല. ഇവിടെ വാട്സപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ആണ് വന്നിട്ടുണ്ടാവും. വെബ്സൈറ്റ് കൊടുക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ അക്കൗണ്ടിലും ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് വന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മെസ്സേജ് ഡെസ്റ്റിനേഷൻസ് ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഓക്കെ, മെസ്സേജ് ഡെസ്റ്റിനേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് വാട്സപ്പിൽ അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സഞ്ചറിലൊക്കെ എൻക്വയറി വരാനും വേണ്ടിയിട്ടാണ്. നമുക്ക് ആ ഒരു മെസ്സേജ് വരാനുള്ള ഡെസ്റ്റിനേഷനാണ്. ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഞാനിവിടെ മാനുവൽ എന്നുള്ള ആ ഒരു ഓപ്ഷൻ കൊടുക്കും. മാനുവൽ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കാര്യങ്ങളുണ്ട്. മെസ്സഞ്ചർ ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, വാട്സപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും റീപ്ലൈ കൊടുക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള വാട്സപ്പാണ്. അപ്പോൾ അത് മാത്രം നമ്മൾ കൊടുക്കുക. ബാക്കിയുള്ളിൽ നമുക്ക് എന്തെങ്കിലും ഓട്ടോമേഷന് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും നമുക്ക് കൊടുക്കാൻ കഴിയും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ അറ്റ് എ ടൈമിൽ 50 വാട്സപ്പ് നമ്പർ വരെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ ഓൾറെഡി 5 നമ്പർ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കണക്ട് അനദർ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ വാട്സപ്പ് ബിസിനസ് അക്കൗണ്ടാണ് നിർബന്ധമായിട്ടും ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ആഡ് ഷെയറിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ഈ ചെയ്യുന്ന ഡാറ്റകൾ മെറ്റയ്ക്ക് ഷെയർ ചെയ്യണമെന്നാണ്. അപ്പോൾ നമ്മൾ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ക്ലയൻറ്റിനായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ മെറ്റയ്ക്ക് ഷെയർ ചെയ്യണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓഫ് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം. പിന്നെ അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് പെർഫോമൻസ് ഗോളാണ്. പെർഫോമൻസ് ഗോളിൽ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമൈസ് നമ്പർ ഓഫ് കൺവേർഷൻസ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ വരുന്ന ലീഡുകൾ നമുക്ക് മാക്സിമം കൺവേർഷൻ ആവുന്ന, അതായത് ക്ലോസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകളെ ലീഡ് വേണം എന്നുള്ളതാണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്കിവിടെ അഡ്വാൻറ്റേജ് പ്ലസ് എന്നുള്ള രീതിയിൽ, അതായത് നമ്മൾ കൊടുക്കുന്ന സജഷനും പിന്നെ അതുപോലെ മെറ്റിംഗ് കൂടി ചെയ്യുന്ന രൂപത്തിൽ ഇവിടെ നമുക്ക് സൈഡിൽ അപ്ലൈ നൗ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അഡ്വാൻറ്റേജ് പ്ലസ് ക്യാമ്പയിൻ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പരസ്യങ്ങൾ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളും പിന്നെ അതേപോലെ
മെറ്റ ചെയ്യുന്ന കാര്യങ്ങൾ 2 രീതിയിൽ ചെയ്യും. ഞാനൊന്ന് എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ പിന്നെ നമുക്ക് വരുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ബഡ്ജറ്റാണ്. ബഡ്ജറ്റിൽ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. ഡെയിലി ബഡ്ജറ്റും ഉണ്ട്, ലൈഫ് ടൈം ബഡ്ജറ്റും ഉണ്ട്. ഓക്കെ. അപ്പോൾ ഡെയിലി ബഡ്ജറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒരു ദിവസത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ മോർണിംഗിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് നൈറ്റ് 12 മണി വരെയാണ് അതിൻ്റെ സമയം. അത് കഴിഞ്ഞാൽ അടുത്ത ദിവസമാവും. ഇവിടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് കൊടുക്കാൻ കഴിയും. പിന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ബഡ്ജറ്റ് കൂട്ടി കൊടുക്കുക. പിന്നെ നമ്മളിവിടെ 300 കൊടുത്തു കഴിഞ്ഞാലും ഇതിൻ്റെ താഴെ അതിൻ്റെ താഴെ ഇപ്പോൾ നമുക്ക് കാണിക്കുന്നത് 300 ചില അക്കൗണ്ടിൽ ഇവിടെ കാണിക്കുന്നുണ്ട് ഈ ഒരു മാക്സിമം ഡെയിലി സ്പെൻഡ് ലിമിറ്റ് എന്നുള്ള സ്ക്രീന് കാണുന്നുണ്ടല്ലോ അല്ലേ? വിസിബിൾ അല്ലേ? ഇവിടെ നമുക്ക് മാക്സിമം ഡെയിലി സ്പെൻഡ് എന്നുള്ളത് 525 കാണിക്കുന്നത്. എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ? ഹലോ, കോംപ്ലിക്കേഷൻ ആയിട്ട് തോന്നുന്നുണ്ട് പറയുമ്പോൾ. ക്ലാസ്സും കൂടി കണ്ടു കഴിഞ്ഞാൽ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഡെയിലി ബഡ്ജറ്റും ഉണ്ട്, ലൈഫ് ടൈം ബഡ്ജറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഡെയിലി ബഡ്ജറ്റ് ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. ലൈഫ് ടൈം ബഡ്ജറ്റ് നമ്മൾ ഒരു 1 വീക്കിലോട്ടോ അല്ലെങ്കിൽ ഒരു 1 മന്തിലോട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈഫ് ടൈം ബഡ്ജറ്റ് യൂസ് ചെയ്യുക. അത് നമ്മളിപ്പോൾ ഉണ്ടല്ലേ, നമുക്ക് ഒരു വലിയൊരു എമൗണ്ട് ഇട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. ഇവിടെ ഇപ്പോൾ നമുക്ക് സജഷനായിട്ട് കാണിക്കുന്ന ഒരു 32,000 അതിന് നമുക്ക് എന്ത് ചെയ്യുക, ഒരു സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും കൊടുക്കുക. അപ്പോൾ നമ്മളൊരു 1 വീക്കിലോട്ടാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് അത് എൻഡ് ആവുന്ന രൂപത്തിൽ നമുക്കിവിടെ അതിൻ്റെ ടൈമും ഡേറ്റും കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ആഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ഡേറ്റ് ഒക്കെ ഷെഡ്യൂൾ ചെയ്യാം. ഇന്ന് വേണ്ട നാളെ സ്റ്റാർട്ട് ചെയ്താൽ മതി ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഡേറ്റ് കാര്യങ്ങൾ മാറ്റി കൊടുക്കാം. നമുക്ക് ഇവിടെ ഡേറ്റ് മാറ്റി കൊടുക്കാം. സമയം നമുക്ക് 24 hours വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാറ്റി കൊടുക്കും. അപ്പം നമുക്ക് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ കുറച്ച് അഡ്വാൻസ് ലെവലാണ്. നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് പിന്നെ നമ്മൾ ചെയ്ത് നോക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പറഞ്ഞാൽ ലൊക്കേഷനാണ്. അപ്പോൾ ഇവിടെ ഡിഫോൾട്ടായിട്ടുള്ള ഇന്ത്യയാണ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഡിസ്ട്രിക്ട് വൈസിലാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇനി പിന്നെ ഇതിപ്പോൾ നമ്മൾ കൊടുത്തത് സ്റ്റേറ്റ് ലെവലാണ്. ഇനി നമുക്കൊരു ജില്ല മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ കൊടുക്കാം. കാലിക്കറ്റ്. പിന്നെ അതിലും കുറച്ചിട്ട് നമുക്ക് ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ അണ്ടറിൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിലും കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നമ്മൾ കുറച്ചും കൂടി ഓപ്ഷൻസ് പറയുന്നുണ്ട് സെയിൽസ് ക്യാമ്പയിനിലൊക്കെ. നിങ്ങളതും കൂടി ഒന്ന് കാണാം. നമുക്ക് സമയത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ നമുക്കിവിടെ ഈ മാപ്പിലും ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ ബൾക്കായിട്ടും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ കൺട്രീസ് ഉണ്ട്, റിലീജിയന്,
പിന്നെ പോസ്റ്റൽ കോഡ് ബൾക്കായിട്ട് നമുക്ക് പിൻ കോഡുകൾ വെച്ചിട്ടൊക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്കൊരു വാണിംഗ് കാണിക്കുന്നുണ്ട്, ടു റൺ ആഡ്സ് ഇന്ത്യ യൂണിറ്റ് ക്ലിയർ റിലേറ്റഡ്. അതായത് നമ്മൾ സെക്യൂരിറ്റി അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ടൈപ്പ് ഒക്കെ ആണെങ്കിൽ ഇവിടെ റിവ്യൂ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ രീതിയിലുള്ള ആഡൊന്നല്ല ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, അതങ്ങനെ വിടാം. ഇനി നമ്മൾ അടുത്ത് പോകുന്ന പറഞ്ഞാൽ ഓഡിയൻസിലോട്ടാണ്. നമുക്ക് ഓഡിയൻസിന് മുമ്പായിട്ട് നമുക്ക് ലാംഗ്വേജ് ചൂസ് ചെയ്യാനുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കണ ഓൾ ലാംഗ്വേജ് ആണ്. ഇപ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആളുകളെയാണ് കാണിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ലാംഗ്വേജ് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ എല്ലാ ലാംഗ്വേജിലുള്ള ആളുകളും കാണില്ല, നമുക്ക് ആവശ്യമുള്ളവരെ മാത്രം നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കാൻ പറ്റും. ഞാനിവിടെ ഇംഗ്ലീഷും മലയാളമാണ് കൊടുത്തത്. ആ ഒരു ലാംഗ്വേജിലുള്ള ആളുകൾ മാത്രമാണ് കാണും. ഓക്കെ, ഇത് ഇവിടെ ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ആയിട്ടാണ് കയറും. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ നിങ്ങൾ ഷോ സെറ്റിങ്സുകൾ കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഈ ടാർഗറ്റ് ഓഡിയൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ആദ്യം പരസ്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞ പോലെ ഇങ്ങനെ ChatGPT നമ്മൾ നോക്കുക കറക്റ്റ് ഏതാണ് ഓഡിയൻസുകൾ ഇവിടെ കാണിക്കുന്നത്. നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഓക്കെ, ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഓരോ ടൈപ്പ് നമ്മൾ ഏത് രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അതിന് മാച്ചായിട്ട് ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് കാണിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, അതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഏജ് കാറ്റഗറി കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണേണ്ട ഒരു ഓഡിയൻസ് ഏതാണ് ഏജ് എന്നുള്ളത്. ഇപ്പോൾ ഒരു 50 വയസ്സ് വരെയുള്ള ആളുകൾ കാണുക എന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം 50 കൊടുക്കുക. ഇനി ഒരു 20 വയസ്സ് മുതലുള്ള ആൾ കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് 20 മുതൽ കൊടുക്കും. പിന്നെ അടുത്ത ഒരു ഓപ്ഷൻ വരുന്നത് പറഞ്ഞാൽ ജെൻഡറാണ്. ഇതിൽ നമുക്ക് മെയിലും ഫീമെയിലും വരുന്നുണ്ട്. ഇതിൽ നമുക്ക് മെന്ന് മാത്രമുള്ളതാണെങ്കിൽ അങ്ങനെ കൊടുക്കുക, വുമണ് മാത്രമുള്ളതാണെങ്കിൽ വുമണ് കൊടുക്കുക. ഇനി എല്ലാവർക്കും കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓള് കൊടുത്തു കഴിഞ്ഞാൽ എന്തോ ആ പരസ്യം എല്ലാവരും കാണിക്കും. ഇനി അടുത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ടാർഗറ്റിങ്. ഇവിടാണ് നമ്മളെ ഓഡിയൻസിൻ്റെ ഇൻട്രസ്റ്റ് കാറ്റഗറി കൊടുക്കുന്നത്. ഒരു പാരൻസ് ഒക്കെയാണ് കാണാനും എന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ കൊടുക്കാം. ഓൾ പേരൻസ് ഉണ്ട്, പല രീതിയിലും ഉണ്ട്. എത്ര ഏജ് ആയിട്ടുള്ള കുട്ടീൻ്റെ പേരൻസിനാണ് കാണിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ആളെയാണ് കാണിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഞാൻ കോമൺ ആയിട്ടുള്ള കുറച്ചാണ് പറയുന്നത്. നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊരു ഓഡിയൻസിനെ കണ്ടെത്തുക. എങ്ങനെയുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തൊന്ന് ചോദിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ChatGPT യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു ട്രാവൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ആളുകളുണ്ട്. ഇതോടെ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ട് ഫ്രീക്വൻ്റ് ട്രാവലേഴ്സ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ടൂർ പാക്കേജ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരെ ചൂസ് ചെയ്യാം. പിന്നെ അതേപോലെ ഇപ്പം എന്തെങ്കിലും ബിസിനസ് ടൂറൊക്കെ പോകുന്ന ആളുകൾ ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആളുകളോ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവരെ ചൂസ് ചെയ്യാം. അതേപോലെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ ഈ ഒരു അഡ്വാൻറ്റേജ് പ്ലസ് എന്ന് പറയാൻ കാരണം ഇപ്പോൾ നമ്മളിവിടെ ഒരു ഓഡിയൻസിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മെറ്റ എന്ത് ചെയ്യും, ഇതിനെ പറ്റിയും പഠിക്കും. പിന്നെ മെറ്റ ആ നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആരൊക്കെയാണ് കാണിക്കേണ്ടത് എന്നുള്ളതും കൂടി എന്ത് ചെയ്യും, ചൂസ് ചെയ്യും.
പിന്നെ മെറ്റ പറയുന്നത് ഒരു മുമ്പത്തെ പോലെ നമ്മൾ ഒരു ഒറ്റ പരസ്യം മാത്രമല്ല, കുറച്ച് പരസ്യങ്ങൾ കാണിക്കാം, അല്ല പരസ്യങ്ങൾ ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് നല്ല റിസൾട്ട് ഉള്ളത് മാത്രം നമ്മൾ എന്ത് ചെയ്യുക വെച്ചിട്ട് അത് സ്കെയിൽ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്ന പറഞ്ഞാല് സർ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ഓക്കെ. ഈ അൺവാണ്ടഡ് ലീഡ്സ് ഒഴിവാക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അൺവാണ്ടഡ് ഓഡിയൻസിനെ ലീഡ്സ് എന്ന് ചൂസ് ചെയ്യുന്ന പറയുമ്പോൾ സമയത്ത്? എങ്ങനെയാണ് അവര് വരുന്നത്, അവരുടെ ബിഹേവിയർ എങ്ങനെയാണ്? ജസ്റ്റ് ചാറ്റിംഗ് മാത്രമല്ല, നമ്മൾ വാട്സപ്പ് കൂടെ കൊടുത്തത്. അപ്പൊ വാട്സപ്പിൽ മെസ്സേജ് വരുന്നത് ജസ്റ്റ് ഹൗ ആർ യു അങ്ങനത്തെ മെസ്സേജസ് ഒക്കെ വരുന്നത്, നമുക്ക് യൂസ്ഫുൾ അല്ലാത്ത ലീഡ്സ്. അത് പിന്നെ നമ്മൾ മെറ്റയില് നമുക്കൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാല് റൂള് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളൊന്ന് വാട്സപ്പിലൊന്ന് കണക്ട് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം എങ്ങനെ റൂൾസ് സെറ്റ് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ ഇവിടെ പറയുമ്പോൾ ചിലപ്പോൾ ഒരു ഇവിടെ ഉള്ള ആളുകൾക്ക് ഒരു കോംപ്ലിക്കേഷൻ ആയി തോന്നുന്നുണ്ടാണ്. ഓക്കെ. താങ്ക് യു സർ. അപ്പൊ നമ്മള് അൺവാണ്ടഡ് ആയിട്ടുള്ള ലീഡ്സ് വേണ്ടെന്നുള്ള എങ്ങനത്തെയാണ് വേണ്ടിയെന്നുള്ളത് നമുക്ക് ഇവിടെ മെറ്റന്റെ ഒരു റൂള് വരുന്നുണ്ട്. അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ വാല്യൂ റൂൾ എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ, ക്രിയേറ്റ് റൂൾ സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അവിടെ നമുക്ക് റൂൾസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് വാട്സപ്പിൽ കണക്ട് ചെയ്താൽ ഞാൻ പറഞ്ഞു. ഓക്കെ. പിന്നെ നമുക്ക് വരുന്നത് പ്ലേസ്മെന്റ് ആണ്. പ്ലേസ്മെന്റ് ഇപ്പോൾ ഈ ഒരു പരസ്യം കാണിക്കുന്നത് ഇത്രയും പ്ലേസ്മെന്റിലാണ്. ഇപ്പോൾ ഇത് പല അക്കൗണ്ടിലും പല ടൈപ്പാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ഓഡിയൻസ് നെറ്റ്വർക്ക്. ഇപ്പോൾ ചില ആളുകൾ പറയും എനിക്ക് ഫേസ്ബുക്കിൽ മാത്രം പരസ്യം കാണിച്ചാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മാത്രം പരസ്യങ്ങൾ കാണിച്ചാൽ മതി എന്നുള്ള രീതിയിലൊക്കെ പറയും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഫേസ്ബുക്കിൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ ടിക്ക് ഒഴിവാക്കി കൊടുക്കാം. പിന്നെ ഈ ഒരു ഓഡിയൻസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പല ഈ ഒരു ഫോണിൽ ആപ്ലിക്കേഷനൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ കാണിക്കുന്ന പരസ്യങ്ങളാണ് ഈ ഒരു ഓഡിയൻസ് നെറ്റ്വർക്ക് എന്നുള്ളത്. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഓപ്ഷനാണ് വാട്സപ്പ്, പിന്നെ അതുപോലെ ത്രെഡ്സ് ഒക്കെ. അപ്പോൾ ഈ ഒരു വാട്സപ്പ് ഇപ്പോൾ ചില അക്കൗണ്ടിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ത്രെഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ലാൻഡ് ഇമേജ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്ന സമയത്താണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഫസ്റ്റായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാ പ്ലേസ്മെൻറ്റും കൊടുക്കുക, പക്ഷേ നമ്മൾ ഈ ഒരു ഓഡിയൻസ് നെറ്റ്വർക്ക് കൊടുക്കണം എന്നില്ല. അത് മാക്സിമം നമ്മൾ ഒഴിവാക്കുന്നതൊന്നല്ല. നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഒരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതെല്ലാം കൊടുത്തിട്ടുണ്ടോ? നമ്മൾ വേറെ ഏജൻസി വഴി ചെയ്യുന്നതാണെങ്കിൽ നമുക്കത് റീചെക്ക് ചെയ്യാൻ എങ്ങനെയാ ഓപ്ഷന്? ആ ക്യാമ്പയിന് നമ്മളൊന്ന് ഓപ്പൺ, നിങ്ങൾക്ക് അതിന്റെ ആക്സസ് ഉണ്ടോ? നിങ്ങളെ അക്കൗണ്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ടല്ലേ? ഈ ക്യാമ്പയിന് നമുക്ക് ഇവിടെ ഒന്ന് എഡിറ്റ് കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നമുക്കിവിടെ ഓൾറെഡി ആക്റ്റീവ് ആയിട്ടുള്ള ക്യാമ്പയിൻ ഇല്ല. ആക്റ്റീവ് ആയിട്ടുള്ള ക്യാമ്പയിൻ ഈ ഡ്രാഫ്റ്റ് എന്നുള്ളത് ആക്റ്റീവ് എന്നുണ്ടാവും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ക്യാമ്പയിൻ നമുക്ക് ഓപ്പൺ ആവും. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതേപോലെ ചെക്ക് ചെയ്യുക. അപ്പോൾ അതിലെ ഒരു ഓഡിയൻസ് എന്താ കൊടുത്തിട്ടുള്ളത്, ഇതിപ്പോൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തല്ലോ, കൊടുത്ത കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ ആ ക്യാമ്പയിനും അതിലും കാണിക്കുന്നുണ്ടോ? മെറ്റ ആഡ്സ് ഷൂട്ടിലല്ല, ആഡ്സ് മാനേജറിലല്ലേ? മെറ്റ ആഡ്സ് മാനേജറിലാണ്. മെറ്റ ബിസിനസ് സ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് സെറ്റിങ്സ് കാര്യങ്ങൾ ആക്സസ് ഒക്കെ ചെയ്യാനും വേണ്ടിയിട്ടുള്ള.
അപ്പോൾ ഈ ഒരു പേജിൽ ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് കൊടുക്കണം. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ഇവിടെയാണ് നമ്മൾ പരസ്യത്തിനുള്ള പോസ്റ്റർ അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിലൊരു ക്വസ്റ്റ്യനും കൂടെ, നമുക്ക് വീഡിയോ പോസ്റ്റ് ആണോ അതോ പോസ്റ്റേഴ്സ് ആണോ കൂടുതൽ ഇതാവുന്നത്, കോസ്റ്റ് എഫക്റ്റീവ് ആവുന്നത്? അത് നമ്മൾ രണ്ടും ഒന്ന് ചെയ്ത് നോക്കേണ്ടി വരും, ഏതാണ് കൂടുതൽ റിസൾട്ട് കിട്ടുക എന്നുള്ളത്. ചില നമ്മളാ ഒരു ഹുക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് വീഡിയോയിൽ റിസൾട്ട് കിട്ടും. ഇപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കോമ്പറ്റീറ്ററിൻ്റെ ആഡൊക്കെ ചെക്ക് ചെയ്യണ്ട, അതേപോലെ അവരൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നുള്ളത്. ആഡ് മെറ്റൻ്റെ ആഡ് ലൈബ്രറി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതിനെ പറ്റി. ഞാൻ ഇവിടെ നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിക്കുകയാണ്. ഇവിടെ ഏത് രാജ്യത്തിൻ്റെ ആണെന്നുള്ളത് നമ്മൾ കൊടുക്കും. അപ്പോൾ ഞാൻ ഇന്ത്യയിലുള്ള ആഡാണ് കൊടുക്കുന്നത്. അപ്പോൾ ലൊക്കേഷൻ ഇന്ത്യ കൊടുത്തുള്ളത്. ഇവിടെ ഓൾ ആഡ്സ് കൊടുക്കുക. നമുക്ക് ഒരു ഫേസ്ബുക്ക് പേജാണ് കൊടുക്കേണ്ടത്. ഞാൻ വെറുതെ കൊടുക്കാം. അപ്പോൾ ഒരു സൈലം എന്ന് പറഞ്ഞ അവർ ചെയ്യുന്ന അഡ്വർടൈസ്മെന്റ് നമുക്ക് ചെക്ക് ചെയ്യാം. സൈലം ലേണിംഗ്. ഓക്കെ, ഇവരൊക്കെ കൂടുതൽ വീഡിയോ ആണ് ചെയ്യുന്നത്, ഇമേജും ചെയ്യുന്നുണ്ട്, കണ്ടില്ല? അപ്പോൾ ഇവരൊക്കെ മൾട്ടി ക്യാമ്പയിനായിട്ട് എത്രയാണ് ക്യാമ്പയിൻ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇത്രയും ക്യാമ്പയിൻ അവരൊക്കെ അത്രയും ലക്ഷങ്ങളാണ് ഇതിനു വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഇതൊക്കെ കംപ്ലീറ്റ് ആക്റ്റീവാണ്. ഇപ്പോൾ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരികയാണെങ്കിൽ എത്ര ക്യാമ്പയിൻ, നമ്മൾ ഇതിലൊന്ന് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അവർ അത്രയും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിനുള്ളൊരു റവന്യൂ അവർക്ക് വരും. നമുക്ക് സ്ക്രോൾ ചെയ്തിട്ട് തീരുന്നില്ല, അത്രയും ആഡ്. ഇതിൽ രണ്ടും ഉണ്ട്, വീഡിയോ ഉണ്ട്. ഇതൊക്കെ ഒരു റിസൾട്ട് വരുന്നോണ്ടാണ്. സെയിം കോസ്റ്റ് ആണോ വരുന്നത്? അങ്ങനെയാണ് അല്ല, കോസ്റ്റില് അത് നമ്മൾ ചെയ്ത് നോക്കിയാലേ നമുക്ക് റിസൾട്ട് അറിയാൻ കഴിയുള്ളൂ, ഏതിനാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നുള്ളത്. അപ്പോൾ രണ്ടും നമ്മളൊന്ന് ചെയ്ത് നോക്കുക, രണ്ടും മാറിയിട്ട്. അല്ല, ഞാൻ കമ്പയർ ചെയ്ത് നോക്കുമ്പോ വീഡിയോക്കാണ് കൂടുതൽ ലീഡ്സ് കിട്ടിയിട്ടുള്ളത് എനിക്ക്. അതിൽ കോസ്റ്റ് എങ്ങനെ വരുന്നത്? ലീഡ് കോസ്റ്റും കുറവാണ്. 0.17 ദിർഹംസ് ആണ് ഒരു ലീഡിന്റെ ചാർജ് വരുന്നത്. അത് ഓരോ ചില ടൈപ്പ് ഭയങ്കര വീഡിയോ എൻഗേജ്മെന്റ് ഉള്ളതുണ്ടാവും. ഇപ്പൊ നിങ്ങൾ എന്ത് ടൈപ്പാണ് ചെയ്യുന്നത് ആഡ്? ടിക്കറ്റ്സിന്റെയും അതുപോലെ വിസകള്, വിസിറ്റ്, ഇങ്ങനെയുള്ള ആഡ്സുകൾ. ചിലപ്പോൾ നിങ്ങൾ ആ ഒരു കൊടുക്കുന്ന ആഡില് കണ്ടന്റ് പെട്ടെന്ന് റീച്ച് ആവുന്നുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ അതിൽ കറക്റ്റ് ഹുക്കും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മളെ കേസിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോസ്റ്ററാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാ സ്ഥാപനങ്ങളും രണ്ട് രീതിയിലും ചെയ്യുന്നുണ്ട്. നമുക്ക് ലീഡിന്റെ കോസ്റ്റ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ചിലപ്പം ലീഡ് കോസ്റ്റ് കൂടുതലുണ്ടെങ്കിലും ആ ഒരു ലീഡ് ചിലപ്പം കുറച്ചും കൂടി ക്വാളിറ്റി കൂടും. ഇപ്പോൾ നമുക്ക് 10 എണ്ണം വരുന്നിടത്ത് ചിലപ്പോൾ അതൊരു 5 എണ്ണം വന്നാൽ അതിൽ നല്ല ലീഡുകളാണ് കാരണം. ഓക്കെ, അപ്പം ഇനി നമ്മൾ ഒരു ഫൈനൽ പാർട്ടിലോട്ട് പോകണം. സമയം കുറച്ചായിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, സിംഗിൾ ഇമേജ് ഓർ വീഡിയോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് കരോസൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കരോസൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് മൾട്ടി ആയിട്ട് പോസ്റ്ററുകൾ ആഡ് ചെയ്യുന്നതാണ്. നമ്മളൊരു 10 ഇമേജ് വരെ നമുക്ക് മാക്സിമം അതിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമുക്കിവിടെ സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് ഇമേജ് ആണോ വീഡിയോ ആണോ എന്നുള്ളത് ചൂസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ഇമേജ് ആഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ വീഡിയോ ആഡ് കൊടുക്കുമ്പോൾ 2 ആഡ് കൊടുക്കുമ്പോഴും
അതിൻ്റെ സൈസ് കാര്യങ്ങളൊന്ന് കറക്റ്റ് സെറ്റ് ചെയ്ത് വെക്കുക. ഞാനിവിടെ ഒരു ഇമേജ് ആഡാണ് കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ ഇവിടുന്ന് ഒരു ഇമേജ് ചൂസ് ചെയ്യണം. ഓക്കെ, ഇതിൽ നമുക്ക് ഒന്ന് മാത്രം സൈസിൽ ചെറിയ വ്യത്യാസം ഉണ്ടാണ്. ഇവിടെ ഒരു ഇങ്ങനെ ഒരു വാണിംഗ് കാണിക്കുന്നത്. ബാക്കിയൊക്കെ കറക്റ്റ് പ്ലേസ്മെൻ്റ് ആണ്. നമ്മൾ എല്ലാറ്റിലും ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ഇവിടെ ഒറിജിനൽ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് കൊടുക്കാം. പിന്നെ നമുക്കിവിടെ നിർബന്ധമായിട്ട് കൊടുക്കേണ്ടതാണ് പ്രൈമറി ടെക്സ്റ്റും അതേപോലെ ഹെഡ്ലൈൻ. നമ്മളിപ്പോൾ ഇവിടെ ഒരു പരസ്യം എടുത്ത സമയത്ത് നമുക്കിവിടെ ഒരു പ്രൈമറി ടെക്സ്റ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അതിൽ തന്നെ പറയുന്നുണ്ട് എങ്ങനെയാണ് നമുക്ക് ChatGPT വെച്ചിട്ട് ടെക്സ്റ്റ് കാര്യങ്ങൾ എടുക്കുക എന്നുള്ളത്. അപ്പം ഞാൻ എക്സാമ്പിളായിട്ട് ഇതൊന്ന് ഇവിടുന്ന് കോപ്പി ചെയ്യണം. നമ്മൾ അവിടെ നിന്ന് എടുത്ത് പ്രൈമറി ടെക്സ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ കോപ്പി ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇവിടെ തന്നെ ഒരു ഹെഡ്ലൈനും ഉണ്ട് നമുക്ക് എക്സാമ്പിളായിട്ട് തന്നെ. ഇത്രയും ഹെഡ്ലൈനുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഷോപ്പ്, ട്രെൻഡി കളക്ഷൻസ്, നോ. ഇവിടെ ഹെഡ്ലൈൻ എന്നുള്ളിടത്ത് എന്ത് ചെയ്യുക, കോപ്പി ചെയ്ത് കൊടുക്കുക. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ പിന്നെ നമുക്ക് വാട്സപ്പിലോട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ കോൾ ടു ആക്ഷനിൽ പിന്നെ മാറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് സെൻഡ് വാട്സപ്പ് മെസ്സേജ് ആണ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ നമുക്ക് AI വെച്ചിട്ട് കുറച്ച് ഇമേജ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്ത് കൊടുത്താൽ അതും കൂടി നമ്മളെ വെബ്സൈറ്റ് കാണിക്കും. ഓക്കെ, നമ്മളിവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതും കൂടി നമുക്ക് ഇമേജ് ആയിട്ട് കാണിക്കും. നെക്സ്റ്റ് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് AI വെച്ചിട്ട് എൻഹാൻസ് ചെയ്യാനുള്ളതാണ്. ഇവിടെ നമുക്ക് ഇതൊക്കെ വേണമെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്ത് കൊടുത്താൽ ആ ഒരു രീതിയിൽ മാറ്റങ്ങളുണ്ടാവും. ട്രാൻസ്ലേറ്റ് ടെക്സ്റ്റ് ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഓൺ ചെയ്ത് കൊടുക്കാം. പിന്നെ മീഡിയയിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് മ്യൂസിക് ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. താഴെ ഓപ്ഷൻ ഉണ്ട്, കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഒരു മ്യൂസിക് കൊടുക്കും. ഒക്കെ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഡൺ അടിക്കുക. അപ്പോൾ നമ്മളെ പോസ്റ്റർ ആഡ് ആയിട്ടുണ്ട്. ഏതൊക്കെ പ്ലേസ്മെൻറ്റിലാണ് കാണിക്കുക എന്നുള്ളത് നമുക്കിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സൈഡിൽ അതിൻ്റെ പ്രിവ്യൂ കാണിക്കുന്നുണ്ട്. നമ്മളവിടെ കൊടുത്ത AI ഇമേജുകളടക്കം വന്നിട്ടുണ്ട്. നമ്മളിവിടെ കൊടുത്ത ഹെഡ്ലൈൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ കൊടുത്ത പ്രൈമറി ടെക്സ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ രൂപത്തിലാണ് അത് പരസ്യത്തിൽ കാണിക്കുക. അതിൻ്റെ ഒരു പ്രിവ്യൂ ആണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ മെസ്സേജ് ടെംപ്ലേറ്റ് എന്നാണ്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ ക്രിയേറ്റ് ന്യൂ പറഞ്ഞിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ യൂസ് എക്സിസ്റ്റിങ് കൊടുക്കുക. ഓക്കെ, നമ്മളിവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ എഡിറ്റ് ചെയ്തിട്ട് മാറ്റം വേണമെങ്കിൽ. അപ്പോൾ നമ്മൾ വാട്സപ്പിൽ ഒരു എൻക്വയറി വരുന്ന സമയത്ത് ഇങ്ങനെയാണ് കാണിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ
ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഉള്ള രീതിയിൽ കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത്ര ഇപ്പം നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുള്ളൂ. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പബ്ലിഷ് ചെയ്യാം. ആഡ് ഇവിടെ പബ്ലിഷ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. എന്തെങ്കിലും ഇൻ കേസ് എററുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണിക്കും. ഇപ്പോൾ നമ്മൾ നോർമലി ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് എറർ. നിങ്ങൾ പല ആളുകളും ചെയ്യുന്ന സമയത്ത് ഇവിടെ എറർ കാര്യങ്ങൾ വരാറുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഇത്രയൊരു കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൻ്റെ ഒരു ക്ലാസ്സും കൂടി നമുക്കുണ്ട്. അതിൽ നമുക്കൊരു പിന്നെ എൻക്വയറി ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കാര്യങ്ങൾ എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എന്തെങ്കിലും മനസ്സിലായോ എന്നുള്ളത് ആരും അങ്ങനെ കാര്യമായിട്ട് 1-2 ആളുകൾ ഡൗട്ട്സ് ചോദിച്ചത്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലാസ്സുകൾ കാണുന്നുണ്ടോ? ഇപ്പോൾ എല്ലാവരും ക്ലാസ്സിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടോ, മാറ്റങ്ങളോ അങ്ങനെ എന്തെങ്കിലും? പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ ഗ്രൂപ്പിലും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ എല്ലാവർക്കും ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ആളുകളാണ് ഇപ്പോൾ ഇതിൽ ജോയിൻ ചെയ്ത്. നമുക്ക് ഏകദേശം ഒരു 1500 അടുത്ത് ആളുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പിന്നെ മാക്സിമം ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് റിസൾട്ട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ആവട്ടെ എന്നുള്ള രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചോദിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ ക്ലാസ് യൂസ്ഫുൾ ആയിക്കണമെങ്കിൽ ഗ്രൂപ്പിലും കൂടി ഫീഡ്ബാക്ക് ഒന്ന് ഷെയർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടായിരിക്കാനും നിങ്ങൾക്ക് ചില ആളുകൾക്ക് കുറച്ച് കോംപ്ലിക്കേഷൻ ആയിട്ട് വന്നിട്ടുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മളെ ക്ലാസ്സുകളും കൂടി കണ്ടു കഴിഞ്ഞാൽ ഒന്നും കൂടി മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടോ? ഹലോ, ഓക്കെ. എനിവേ താങ്ക് യു. ഇപ്പോൾ ഇതിൻ്റെ ഒരു സെക്ഷനും കൂടി ഉണ്ട്. ഇപ്പോൾ ഇന്ന് ജോയിൻ ചെയ്ത ആളുകൾ അതിലും കൂടി ഒന്ന് വരിക. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക എന്നുള്ളതും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇന്ന് വന്നവരെന്ത് ചെയ്യുക, അടുത്തൊരു സെക്ഷനും കൂടി നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ക്ലാസ്സുകളാണ്. അതും എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇതിൽ വന്ന ആളുകൾക്ക് എന്തായാലും അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും. ഓക്കെ ഓക്കെ. എനിവേ താങ്ക് യു. ഗുഡ് നൈറ്റ്. സർ വൈൻഡപ്പ് ചെയ്യല്ലേ സാർ? അപ്പോൾ ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്നത്തെ സെഷനിൽ അറ്റൻഡ് ചെയ്ത എല്ലാവരും ഗ്രൂപ്പിൽ അതിന്റെ ഫീഡ്ബാക്ക് ഒന്ന് ഇടാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എത്രമാത്രം യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ളത് അത് വോയിസ് നോട്ട് ആയിട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ കൺവീനിയന്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ആ രീതിയിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. തുടർന്ന് ഇതുപോലുള്ള നല്ല നല്ല ലൈവ് സെഷൻസ് നമുക്ക് തരാൻ വേണ്ടിയിട്ട് അതൊരു മോട്ടീവ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ ബാക്കി ഇന്ന് ജോയിൻ ചെയ്യാൻ പറ്റാത്ത കുറേ പേരുണ്ട്. മേ ബി അവർക്ക് വർക്കിൻ്റെയോ എന്തെങ്കിലും തിരക്കുകൾ കൊണ്ടൊക്കെ ആയിരിക്കാം അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്നിരുന്നത്. അപ്പോൾ അവർക്കും കൂടെ അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും നെക്സ്റ്റ് സെഷനിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും ഫീഡ്ബാക്ക് അറ്റൻഡ് ചെയ്യുക. നെക്സ്റ്റ് സെഷൻ നമ്മൾ കുറച്ചും കൂടെ നന്നായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അതായത് കുറച്ചും കൂടെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. ജോയിൻ ചെയ്ത എല്ലാവർക്കും സാറിന് താങ്ക് യു. ഓക്കെ, താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. Thank you. Thank you. Thank you very much.